90+ മൈ ട്യൂഷൻ ആപ്പ് ഉന്നത നിലവാരമുള്ള അധ്യാപകർ പഠിപ്പിക്കുന്ന ക്വാളിറ്റി എഡ്യൂക്കേഷണൽ ആപ്പ്. Welcome back to Xylem MBBS Mobile Entrance App presents Squad Floor Cleaner ingane oru bharyayum bharthavum. Exclusive matrimony partners ChabraMatrimony.com, Spice Partner Eastern and powered by Milkers, Day Night All Vehicle Shampoo. Check out Toilet Cleaner and click Complete Dishwash Liquid. ഇനി നമ്മുടെ അടുത്ത റൗണ്ടിലേക്ക് ഏത് കപ്പിളാണ് വരുന്നത് എന്നറിയാനുള്ള ആകാംക്ഷ നിങ്ങൾക്കുണ്ടാവും. Don't have to wait much longer. Here comes Balu and Harita. ഞങ്ങളുടെ ആ ഒരു ഓപ്പണിംഗ് ഇവന്റിൽ വളരെ ഇമോഷണൽ ആയ ഒരു കഥയൊക്കെ ഇവരുടെ ഒരു സ്റ്റോറിയുടെ ഭാഗമാണ്. അപ്പൊ എന്തായാലും മഞ്ജു ചേച്ചി ഇവരുടെ ലവ് സ്റ്റോറി ചേച്ചി ഒന്ന് കണ്ടു നോക്കൂ. ഞാൻ എൻ്റെ വീട്ടിലെ ഏറ്റവും ചെറിയ കുട്ടിയായിരുന്നു. ചെറുപ്പം തൊട്ടേ അമ്മേൻ്റെ കീഴിൽ വീട്ടിലാണെങ്കിൽ ഏട്ടൻ അച്ഛൻ ആ സ്ട്രിക്റ്റിൽ ഇങ്ങനെ എല്ലാവരും ഓമനിച്ച് വളർത്തിയ കുട്ടിയായിരുന്നു ഞാൻ. ഗൾഫിൽ നിന്ന് വന്നിട്ട് ഒരു 5-6 പെണ്ണ് കാണൽ കണ്ടു. 7ാമത്തെ ആയിരുന്നു ഇവളുടെ. അപ്പോൾ എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പോയി കാണും, ചായ കുടിക്കും, പോരും. ഒന്നില്ലെങ്കിൽ ജാതകം വെക്കില്ല, അല്ലെങ്കിൽ പെണ്ണിന് അത്ര നമുക്കൊരു സ്പാർക്ക് വരില്ല. അങ്ങനെ എനിക്ക് വലിയ താല്പര്യമില്ലാണ്ട് നിൽക്കുന്ന സമയത്താണ് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയാണത്. എനിക്ക് ഇങ്ങനെ ഗൾഫ് അങ്ങനെ അബ്രോഡായിട്ടുള്ള ജോബുള്ള ആൾക്കാർ അത്ര ഇഷ്ടമല്ലായിരുന്നു. കാരണം നാട്ടിൽ വേണം, എപ്പോഴും എൻ്റെ കൂടെ വേണം. കണ്ട് ചായ കൊണ്ടുവന്നു, അവളോട് സംസാരിക്കണമെങ്കിൽ സംസാരിക്കാന്നുള്ളൊരു ഓപ്ഷനൊക്കെ തന്നു. അങ്ങനെ ഒരു 2 മിനിറ്റ് സംസാരിക്കാൻ തന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ പഠിക്കുന്നത്? എൻ്റെ ഡിഗ്രീൻ്റെ ലാസ്റ്റ് എക്സാമിനായിരുന്നു ബാലേട്ടൻ കാണാൻ വന്നത്. ജസ്റ്റ് കണ്ടു. എല്ലാം ഭയങ്കര ഒരു ഹാർഷായിട്ട് അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ഒരാളോട് നമ്മൾ സംസാരിക്കില്ലേ, ആ ഒരു ലെവലിലാണ് സംസാരം മുഴുവൻ. ഒരു ഒതുങ്ങിയ ടൈപ്പായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ ബോയ്സിനോട് സംസാരിക്കുക, അവരോട് ഇടപഴകുക, അതൊക്കെ എനിക്ക് ഭയങ്കര മെന്റലി അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സംഭവമല്ലായിരുന്നു. ഞങ്ങളുടെ എൻഗേജ്മെന്റിന്റെ അന്ന് തന്നെയാണ് ബാലേട്ടൻ ഗൾഫിൽ പോയത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കുട്ടികളെ പോലെ ഇങ്ങനെ പുറത്ത് പോവുക, ചുറ്റിക്കറങ്ങുക, അങ്ങനത്തെ ഇതൊന്നും ഞങ്ങൾക്കില്ലേന്നു. വീഡിയോ കോൾ ചെയ്യും എപ്പോഴെങ്കിലും ഒക്കെ. പക്ഷെ അവിടെ ഇത്തിരി പ്രായമായ അമ്മൂമ്മയുണ്ട്. അപ്പോൾ അമ്മൂമ്മയൊക്കെ ഉള്ളപ്പോൾ അവർക്ക് ഈ പഴഞ്ച സ്റ്റൈലാണ്. അവരുടെ കാലഘട്ടത്തൊക്കെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ കല്യാണത്തിനെ കാണുക. ഈ ഫോൺ വിളിയൊന്നും അവർ സമ്മതിക്കില്ല. അപ്പം വിളിച്ചിട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റിൽ കൂടുതലൊക്കെ ആയി കഴിഞ്ഞാൽ അമ്മമ്മ അങ്ങനെ നോക്കാൻ തുടങ്ങും അവളെ. പിന്നെ വരുന്നത് കല്യാണത്തിൻ്റെ ഒരാഴ്ച മുന്നെയാണ്. ഞങ്ങൾക്ക് റിസപ്ഷന് ഡ്രസ്സ് എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അത് ഒരുമിച്ച് പോയി എടുക്കുക വെച്ചിട്ട് അങ്ങനെ പ്ലാൻ ചെയ്ത് മഞ്ചേരി പോയി. പോയതൊരു ഓട്ടോയിലാണ്. ഈ ഓട്ടോയിൽ കയറിയപ്പോൾ അവൾ ആ അറ്റത്തിരുന്നു, ഞാൻ ഈ അറ്റത്ത്. എന്നെ നോക്കുന്നില്ല, മിണ്ടുന്നില്ല. ഞാൻ ഭയങ്കര എക്സ്പെക്റ്റേഷനിലാണ് പോണത്. ബാലേട്ടൻ എന്നെ നോക്കണുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാനാണെങ്കിൽ മൈൻഡേ ചെയ്യണില്ല, പുറത്തേക്ക് നോക്കി അങ്ങനെ ഇരിക്കുകയാണ്. കാരണം ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല കേട്ടോ, ഇഷ്ടമില്ലാത്ത പോലെ. അപ്പോൾ എനിക്ക് ടെൻഷൻ കൂടി. ഈശ്വര, ആറ്റു നോറ്റുള്ളൊരു കല്യാണമാണ്, അത് കൊളാവോ? എന്നെ സംബന്ധിച്ച് ഞാനൊരു എൻ്റെ വലിയൊരു ലോകം എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ്. അമ്മയും ബാലേട്ടനും വെച്ചാൽ ഭയങ്കര കൂട്ടാണ്. കാരണം ചെറുപ്പം തൊട്ടേ അമ്മയ്ക്ക് ബാലേട്ടനും ബാലേട്ടനും അമ്മയും അങ്ങനെ വളർന്നു വന്നതാ. എനിക്കൊരു 3.5 വയസ്സുള്ളപ്പോൾ തന്നെ അച്ഛൻ മരിച്ചു. പിന്നെ 2 ചേച്ചിമാരും ഞാനും അമ്മയായി. അപ്പം നോർമലി ദാരിദ്ര്യം അപ്പോഴേക്ക് കൂടിക്കൂടി വരികയാണ്. 2 പെൺകുട്ടികളുടെ കല്യാണമാണ്, എൻ്റെ പഠിപ്പ്. 3.5 വയസ്സേ ഉള്ളൂ എനിക്കപ്പം. വീട്ടിലങ്ങനെ നോക്കാനോ അങ്ങനെ ആരും ഇല്ലാത്തതുകൊണ്ട് അമ്മയ്ക്ക് വീട്ടുജോലിക്ക് പോകേണ്ടി വന്നു. അങ്ങനെ വീട്ടുജോലിക്ക് പോയിട്ടാണ് ചേച്ചിമാരെ കല്യാണം കഴിപ്പിച്ചയച്ചതും എന്നെ പഠിപ്പിച്ചതൊക്കെ. അപ്പം എനിക്ക് വേണമെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ഒരു 10ാം ക്ലാസ് ആകുമ്പോൾ പഠിപ്പ് നിർത്തിപ്പിക്കായിരുന്നു. പക്ഷെ അമ്മ അത് ചെയ്തില്ല.
അമ്മ 10ാം ക്ലാസ് കഴിഞ്ഞ് +1 പോകുമ്പോൾ ഒരു വീടും കൂടെ എക്സ്ട്രാ ജോലിക്ക് പോകും. +1 കഴിഞ്ഞ് +2 ചാടുമ്പോൾ ഒരു വീടും കൂടെ എക്സ്ട്രാ. അങ്ങനെ അമ്മ എൻ്റെ പഠിപ്പ് കൂടിക്കൂടി വരുന്നതിനനുസരിച്ച് അമ്മ ഓരോ വീടും കൂടെ ജോലി എടുക്കുന്ന കൂടി വന്നു. അമ്മയാണ് എൻ്റെ ലൈഫിൽ എന്താ പറയുക അയൺ ലേഡി എന്നൊക്കെ പറയില്ലേ. എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു റോൾ മോഡൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ലോകം എന്ന് പറയുന്നത് എൻ്റെ അമ്മ തന്നെയാണ്. ബാലേട്ടനൊന്ന് സങ്കടപ്പെട്ടാൽ അമ്മയ്ക്ക് താങ്ങാനും കഴിയില്ല. കാരണം അമ്മയ്ക്കൊന്ന് ചെറുതായിട്ട് എവിടെയെങ്കിലും ഒരു വേദന ഉണ്ടെങ്കിൽ തന്നെ ബാലേട്ടന് അത് എപ്പോഴും സഹിക്കാൻ കഴിയില്ല. കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ബാലേട്ടനെ അമ്മ വളർത്തിയത്. അമ്മേനെ നന്നായിട്ട് നോക്കാനും കെയർ ചെയ്യാനും അതന്നെ ഒരു ഹസ്ബൻഡിനെ സംബന്ധിച്ച് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു കഥ മുന്നോട്ട് പോകണമെങ്കിൽ അമ്മയുടെ സാന്നിധ്യവും കൂടെ നമുക്ക് ഈ ഒരു വേദിയിൽ വേണം. ബാലു, നമുക്ക് അമ്മയെ വിളിക്കാം. അമ്മ, ഞാൻ സ്നേഹം കൂടുമ്പോ അമ്മക്കുട്ടി എന്നാ വിളിക്കുന്നത്. അമ്മക്കുട്ടി, അമ്മയായി തീർന്നതൻ പുണ്യം തണുപ്പിൻ തലോടലും താരാട്ടുപാട്ടുമായി വിളിക്കുവാനാണെൻ്റെ ജന്മം. സുഖല്ലേ അമ്മേ? അമ്മയ്ക്ക് നടക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടല്ലേ അമ്മ? മുട്ടിന് കുറച്ചൊരു വേദന, അത് തേമാനാണെന്നാ പറഞ്ഞത്. അമ്മ, മഞ്ജു ചേച്ചിനെ കണ്ടു. നമസ്കാരം. വലിയ സന്തോഷം കേട്ടോ കാണാൻ സാധിച്ചത്. മഞ്ജു ചേച്ചി, ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. അമ്മ ആദ്യമായിട്ട് ഒറ്റയ്ക്ക്, അതായത് ഞങ്ങളൊന്നും ഇല്ലാണ്ട് അമ്മയുടെ ഒരു കൂട്ടുകാരി ഉണ്ട് വീടിന്റെ അടുത്തല്ലേ, ആ ചേച്ചിയായിട്ട് പോയിട്ട് കണ്ട ആദ്യത്തെ സിനിമ സല്ലാബാണ്. അത് ഒറ്റയ്ക്കൊക്കെ അങ്ങനെ പണ്ടൊന്നും പോവത്തേ ഇല്ല. അന്നൊന്നും ഇങ്ങനെ സിനിമയ്ക്ക് പോക്കില്ലല്ലോ. അതെങ്ങനെയാ വെച്ചാ ഒരു നല്ല കുട്ടിയുടെ പടം ഉണ്ട്, എല്ലാരും പറയണു സൂപ്പർ ഹിറ്റ് ആണ് പടം. അങ്ങനെ ആ ചേച്ചി അമ്മേനെ പറഞ്ഞു, അമ്മയ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. രണ്ടുപേരും കൂടെ ഞങ്ങളോട് പറയാണ്ട് തിയേറ്റർ കയറി. അത് കൊള്ളാം. പറഞ്ഞു വന്നിട്ട് സല്ലാപം സിനിമ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? തിയേറ്ററിൽ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടായിരുന്നു. അതെയോ? വിഷു, അപ്പൊ ഇനി നമ്മളുടെ അമ്മ എത്തിയിട്ടുണ്ട്, ബാലു ഉണ്ട്, ഹരിതയുണ്ട്. അമ്മയുടെ നിരവധി കുടുംബങ്ങളുണ്ട്. നമ്മൾ പുറമേ നോക്കുമ്പം അവർ വളരെ ഹാപ്പി ആയിരിക്കും. പക്ഷെ അവർ അതിനുള്ളിലേക്ക് അടുത്ത് പോകുമ്പോഴാണ് നമ്മൾക്ക് ഓരോ കുടുംബത്തിനെയും വളർത്താനും കൊണ്ടുവരാനും നന്നായി മക്കളെ നോക്കാനും ഓരോ അമ്മയും കുടുംബാംഗങ്ങളും എന്തോരം ത്യാഗങ്ങളാണ് സഹിച്ചിരിക്കുന്നത്. 5 വീട്ടിൽ പോയി ജോലി എടുത്തിട്ടാണ് അമ്മ ബാലുവിനെ ഇത്രയും അധികം പഠിപ്പിച്ചത്, 2 പെൺമക്കളെ വിവാഹം കഴിച്ചുവിട്ടത്. അമ്മ ജീവിതത്തിൽ ഇത്രയും വർഷങ്ങളുടെ ഒരു കഠിന പ്രയത്നം അമ്മ ചെയ്തിട്ടുണ്ട് അല്ലെ? 3.5 വയസ്സില് ബാലുവിന്റെ അച്ഛൻ ചെറുപ്പത്തിൽ മരിച്ചു. പിന്നെ സമ്പാദ്യമൊന്നുമില്ല, പിന്നെ വളർത്തണം, ചെലവ് കഴിയണം, പിന്നെ മോനെ പഠിപ്പിക്കണം. ഈ പഠിപ്പിക്കണം എന്ന അമ്മ എടുത്തൊരു തീരുമാനമാണ്. ബിക്കോസ് പൊതുവെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ കഷ്ടപ്പാടിലുള്ള ജീവിക്കുന്ന ആൾക്കാർ പഠനമാണ് ആദ്യം വിട്ടുകളയുക. അത് വളരെ എളുപ്പമാണല്ലോ, പഠനം നിർത്തി. മോന് പഠിക്കണം എന്നുണ്ട്. അപ്പൊ ഞാനായിട്ട് ഇനിയിപ്പോ അത് മുടക്കണ്ടല്ലോ, പിന്നെ കൊണ്ട് കഴിയണ മാതിരി പഠിപ്പിക്ക. ആദ്യം പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞു, പിന്നെ +2 പിന്നെ ഇനി എങ്ങോട്ടും മുന്നോട്ട്. അപ്പൊ ഞാൻ ഓരോ വീട് ഇങ്ങനെ ഏറിയെടുക്കും, അതല്ലേ നമ്മളെ കൊണ്ട് കഴിയുള്ളൂ. അന്നൊന്നും ഇത്ര ശമ്പളമില്ലല്ലോ, കുറഞ്ഞ വരുമാനത്തിന് എന്നിട്ട് ചെലവ് കഴിയണം, മോൻ്റെ പഠിപ്പ് കഴിയണം. പിന്നെ ഫെഡറൽ ബാങ്കിൽ നിന്നല്ലോ പിന്നെ ഇത് കിട്ടി, സ്കോളർഷിപ്പ് കിട്ടി MBAക്ക് പഠിക്കുമ്പോൾ. അതുകൊണ്ട് ആ ഫീസ് അങ്ങനെ എങ്ങനെയെങ്കിലും ബാലു ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ അമ്മേനെ? ബുദ്ധിമുട്ടിച്ചിട്ടില്ല. MBAക്ക് പിന്നെ ഇത് കിട്ടി. അപ്പൊ ഇവന് ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ, ഞാൻ പണി കഴിഞ്ഞ് വന്നപ്പോ മുമ്പത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, സങ്കടപ്പെട്ടിട്ട് കണ്ണൊക്കെ ഇങ്ങോട്ട് ചുവന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എന്താ മോനെ ഞാൻ ഇങ്ങനെ ചോദിച്ചു, ഒന്നുമില്ലമ്മേ എന്ന് പറഞ്ഞു.
പിന്നെ ഞാൻ പിന്നെ ചോദിച്ചപ്പോൾ പറഞ്ഞു പിന്നെ മറ്റന്നാൾ ഇങ്ങനെ കോഴിക്കോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ കാർഡ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ 25,000 ഉറുപ്പിക കൊണ്ട് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് അന്ന് എൻ്റെ കഴുത്തിൽ ഒരു ചെറിയ ചെയിൻ ഉണ്ടായിരുന്നു. പിന്നെ പറഞ്ഞു ഈ എന്തിനാ പേടിക്കുന്നത്, ഇത് കൊണ്ടുപോയി വിറ്റാലും നമുക്ക് 25,000 ഉറുപ്പിക കിട്ടുമല്ലോ, അത് ശരി നമുക്ക് പോവാന്നുണ്ട്. അത് കൊണ്ടുപോയി വിറ്റിട്ട് ഞാനും മോനും കൂടിയും അവിടെ പോയി. അമ്മ ഒരിക്കലും എന്നോട് പഠിക്കണ്ടെന്ന് ഞാൻ ഒരിക്കലും പഠിക്കുന്ന സാധനത്തിന് ഒന്നിനും ഞാൻ ബുദ്ധിമുട്ടിയിട്ടില്ല. അന്നൊക്കെ ജോമെട്രി ബോക്സിന് പോലും നമുക്കൊക്കെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ്. അമ്മ അത് എങ്ങനെങ്കിലും എനിക്ക് എത്തിച്ചു തരും. അതുകൊണ്ട് പഠിക്കേണ്ട കാര്യത്തിന് ഒന്നിനും ബുദ്ധിമുട്ടില്ല. ഭക്ഷണം കുറച്ചാലും നമ്മൾ പഠിക്കേണ്ട കാര്യത്തിന് എന്നെ കൊണ്ട് കഴിയുന്ന മാതിരി ഞാൻ അവനെ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്ത് നഷ്ടപ്പെട്ടാലും നമ്മൾ സമ്പാദിച്ച അറിവ് ഒരിക്കലും നഷ്ടപ്പെടില്ല. അതേ കിട്ടുള്ളൂ. സത്യമാണ്, ഏറ്റവും വലിയ അവസാനം വരെ സമ്പാദ്യമല്ലേ അറിവ്. ഐ തിങ്ക് ബാലുവിന്റെ വലിയൊരു ഭാഗ്യം തന്നെയാണ് ഇതൊക്കെ ഈ ഒരു അവസ്ഥയിൽ മനസ്സിലാക്കി മക്കളെ പഠിക്കണമെന്ന് തീരുമാനിച്ചത്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇനിയും കുറെ കാര്യങ്ങൾ ഇവരെ കുറിച്ചൊക്കെ നമ്മൾ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഒരു മത്സരം കൂടെ നടക്കുന്നുണ്ട് അമ്മേ. ഇന്ന് അമ്മയ്ക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് ഇവിടെ ഞങ്ങൾ ഒരുക്കുന്നത്. ബാലു അമ്മയുടെ എല്ലാം പറയാറുണ്ടോ? കൊറേയൊക്കെ പറയും. ഇപ്പൊ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ അറിയില്ല. ഇനി ഉള്ളിൽ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് പുറത്തെടുക്കാനുള്ള ഒരു സമയമാണ്. അപ്പൊ നമ്മളുടെ ഇന്നത്തെ റൗണ്ട് എന്ന് വെച്ചാല് ബാലുവിനും ഹരിതയ്ക്കും വേണ്ടിയുള്ള റൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കൺഫെഷൻ റൗണ്ട് ആണ്. ബാലുവിനാണ് കൺഫെസ് ചെയ്യേണ്ടത്. കൺഫെസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു തുറന്നു പറച്ചിലാണ്. ഇതുവരെ അമ്മയോടോ ഹരിതയോടോ പറയാത്ത എന്തെങ്കിലും രഹസ്യം ബാലുവിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് ഇവിടെ ഈ വേദിയിൽ വെച്ച് ഞങ്ങൾ എല്ലാവരുടെയും മുന്നിൽ അമ്മയോട് പറയും. പൊതുവെ കൂടുതലും നമ്മൾ ഒളിച്ചു വെക്കുന്നത് അമ്മയടുത്ത് തന്നെ ആയിരിക്കും, അങ്ങനെയല്ലേ? എല്ലാം മനസ്സിലാവുന്നതും അമ്മയ്ക്കാണ്. അതാണ് എന്റെ സംഭവം. അതാണ് ഒപ്പം ഒരു കാര്യം, മാജിക് അവിടെയാണ്. ഒരു കാര്യം കൂടെ ഉണ്ട്. ഇതുവരെ പറയാത്ത ഒരു രഹസ്യം പറയാനുള്ള അവസരമാണിത്, നുണ പറയാനുള്ള അവസരമല്ല. സത്യം പറയണം. അമ്മയോട് ഇതുവരെ പറയാത്തൊരു രഹസ്യം പറയാന്ന് പറഞ്ഞിട്ട് ഒരു കഥയും ഉണ്ടാക്കി പറയാൻ പറ്റില്ല. ഉണ്ടാക്കി പറഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെ ഒരു ചുമല ലൈറ്റ് കത്തും. അപ്പൊ മനസ്സിലാവും കള്ളമാണ് പറഞ്ഞത്. ഇനി ചുമല ലൈറ്റ് കത്തിയില്ലെങ്കിലും അമ്മയുടെ മുഖം നോക്കിയാൽ ഞങ്ങൾക്ക് മനസ്സിലാവും ബാലു കള്ളാണ് പറയുന്നത്. ഓൾറൈറ്റ്, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഇത് എങ്ങനെയാണ് മുന്നോട്ട് അതിന് ശേഷം അപ്പൊ പറയാം. അപ്പൊ അമ്മ എന്റെ കൂടെ വരൂ. പോയിക്കോളൂ അമ്മേ, കുട്ടികള് സ്കൂളിലേക്ക് അങ്ങോട്ട് വരണ്ട, അമ്മ പോയിക്കോളൂ, വീട്ടിലേക്ക് പോയിക്കോളൂ പറഞ്ഞു. ഇതുകൊണ്ടാവും എനിക്കറിയില്ല. സോറി അമ്മ. ഡാൻസ് കാണാനുള്ള കൊതിക്ക് വന്നത്. ബാലു ചെയ്തത് തെറ്റാണ്. എത്ര പ്രായമായാലും അമ്മ അമ്മയാണ്, അത് മനസ്സിലാക്കണം. അമ്മമാർക്ക് ക്ഷമിക്കാൻ കഴിയാത്ത തെറ്റുകളൊന്നും ഇല്ല അമ്മ. Welcome back to Xylem MBBS Mobile Entrance App presents Squad Floor Cleaner. ഇങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും. Exclusive matrimony partners ChabraMatrimony.com, Spice Partner Eastern and powered by Milkers, Day Night All Vehicle Shampoo. Check out Toilet Cleaner and click Complete Dishwash Liquid. ഞാൻ കുറച്ച് ഏറെ വർഷങ്ങളായിട്ട് അമ്മേൻ്റെ അടുത്ത് ഒരുവിധ നുണയും പറയാറില്ല. മാക്സിമം ഞാൻ ഓപ്പൺ ആയിട്ട് തന്നെയാണ് പറയാറ്. എൻ്റെ 99.99% കാര്യങ്ങളും അമ്മയ്ക്ക് അറിയാം. പക്ഷെ എന്നാലും ഉണ്ടാവുമല്ലോ, നമ്മൾ ചെറുപ്പകാലത്തോ അല്ലെങ്കിൽ നമുക്ക് അറിവില്ലാത്ത പ്രായത്തിലൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അങ്ങനെ എൻ്റെ ഒരു സ്വാർത്ഥതയോണ്ട് പറഞ്ഞൊരു നുണ അത് ഇന്ന് എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. വല്ലാത്തൊരു ഫീൽ ഉണ്ട്. എനിക്ക് എന്നോട് തന്നെ ഒരു ദേഷ്യം തോന്നുന്ന ചില സമയങ്ങളിൽ ഒന്നാണത്. അതാണ് ഇപ്പം ഞാൻ അമ്മയുടെ അടുത്ത് പറയണമെന്ന് വിചാരിക്കുന്നത്. ഇപ്പോഴുള്ള അമ്മേനെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇപ്പോഴുള്ള അമ്മ നല്ല ഭംഗിയുള്ള അമ്മയാണ്. പക്ഷേ ഞാനൊരു 10ലൊക്കെ പഠിക്കുന്ന സമയത്ത് അമ്മേൻ്റെ രൂപം ഇങ്ങനെ ആയിരുന്നില്ല. എനിക്ക് ഞാൻ 10ൽ പഠിക്കുമ്പം അമ്മയ്ക്ക് 55 വയസ്സുണ്ട്. 40 വയസ്സിലാണ് ഞാൻ ഉണ്ടായത് അമ്മയുടെ. അപ്പം 55 വയസ്സുള്ള ഒരു അമ്മേനേക്കാളും പ്രായം തോന്നുമായിരുന്നു എൻ്റെ അമ്മേനെ കാണുമ്പോൾ. നരച്ച മുടി, മെലിഞ്ഞ ശരീരം, ഒട്ടിയുണങ്ങിയ കവിള് കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്തൊരു രൂപമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ എൻ്റെ ബാക്കിയുള്ള എന്നെ അറിയുന്നവരുടെ അടുത്തോ ഇതാണ് എൻ്റെ അമ്മ എന്ന് എന്നെ പറഞ്ഞ് പരിചയപ്പെടുത്താൻ എനിക്ക് ഭയങ്കര
ഒരു അപകർഷതാബോധം ഉണ്ടായിരുന്നു. അത് ഏറ്റവും എന്നെ ഫീൽ ചെയ്യിപ്പിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10ാം ക്ലാസ് കഴിഞ്ഞ് സെൻഡ് ഓഫ് പാർട്ടിയൊക്കെ നടക്കുമ്പം എല്ലാ അമ്മമാരും വരണം എന്നും പറഞ്ഞു, അവരുടെ കൂടെ ഫോട്ടോ എടുക്കാം. അന്ന് ഇതുപോലെ സ്മാർട്ട് ഫോണോ അങ്ങനെ ഒന്നുമില്ല. എപ്പോഴെങ്കിലും സ്കൂൾ ഫോട്ടോസ് എടുക്കുന്ന ഒരു സിറ്റുവേഷൻ മാത്രമാണ് നമുക്ക് നല്ലൊരു ഫോട്ടോ കിട്ടുന്നത്. അപ്പം അന്ന് എനിക്ക് എൻ്റെ കൂട്ടുകാരുടെ മുന്നിലും അവരുടെ അച്ഛനും അമ്മയൊക്കെ ഭയങ്കര ചെറുപ്പക്കാരാണ്, എല്ലാവരും ടീച്ചേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല പൊസിഷനിലുള്ളവരാണ്. പക്ഷേ എൻ്റെ അമ്മേനെ അവരുടെ മുന്നിൽ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ, ഇതാണ് എൻ്റെ അമ്മ എന്ന് പറയാൻ എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന അപകർഷതാബോധം കൊണ്ട് ഞാനൊരു നുണ പറഞ്ഞു. സെൻഡ് ഓഫ് പാർട്ടി ഒന്നുമില്ല, ഞങ്ങളുടെ ക്ലാസ് ടീച്ചർക്ക് വയ്യ, അതുകൊണ്ട് സെൻഡ് ഓഫ് പാർട്ടി ഒന്നും നടത്തുന്നില്ല, അമ്മ വരണ്ടാന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞു. പകരം ടീച്ചറെ അടുത്ത് ഞാൻ പറഞ്ഞു, എന്താ അമ്മയ്ക്ക് തീരെ വയ്യ, നടുവാകെ പ്രോബ്ലം ആയിട്ട് കിടപ്പിൽ തന്നെയാണ്. പക്ഷെ അമ്മ ഒരു പ്രോബ്ലം ഇല്ലാണ്ട് എണീറ്റ് നടക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ ഒരു നുണ പറഞ്ഞു. ആ നുണ എന്നെ വല്ലാണ്ട് ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പം ഞാൻ അന്ന് പറഞ്ഞ ആ ഒരു നുണ കൊണ്ടാണോ അമ്മയ്ക്ക് ഇങ്ങനെ വെയ്യാണ്ടി ആവുന്നത്, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഓരോ സമയത്തും എന്തെങ്കിലും വെയ്യാണ്ടി ആവുമ്പോൾ എനിക്ക് പേടിയാ. ഞാൻ അന്ന് എന്തിനാണ് അങ്ങനെ നുണ പറഞ്ഞത്? എന്തൊക്കെ പറഞ്ഞാലും 15 വയസ്സുള്ള കുട്ടിയല്ലേ, ആ കുട്ടിക്ക് ബോധം വേണ്ടേ? പക്ഷെ അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചില്ല. ഞാൻ ഓപ്പണായിട്ട് എല്ലാവരും മുന്നിലും അമ്മേനെ കാണിക്കാനുള്ള മടിയുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാണ്. അതെനിക്ക് വല്ലാത്തൊരു വിഷമാണ്. കാരണം അമ്മ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് എല്ലാ ഡോക്ടേഴ്സും ബന്ധുക്കളും പറഞ്ഞു, ഈ പ്രായത്തിലൊരു ഡെലിവറി ബുദ്ധിമുട്ടാണ്, കുഞ്ഞിനെ ഒഴിവാക്കാന്ന് പറഞ്ഞു. പക്ഷെ അമ്മ എന്താ പറഞ്ഞത്? അമ്മ മരിച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ വരണം, ഞാൻ ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം. അതായത് എൻ്റെ അമ്മയ്ക്ക് പ്രായമായതും ബുദ്ധിമുട്ടായതും ഇങ്ങനെ വെയ്യാണ്ടായതൊക്കെ എനിക്ക് നല്ലൊരു ഭാവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അത് മറന്നിട്ട് ഞാനന്ന് അത് പറഞ്ഞത് എനിക്ക് വല്ലാണ്ട് വിഷമായി. ഈ മിനിറ്റും ഞാനതിനെക്കുറിച്ച് സങ്കടപ്പെടുന്നുണ്ട്. അത് അമ്മയ്ക്ക് അറിയില്ല. സോറി അമ്മ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇങ്ങനെ അധികം നമ്മൾ പുറത്തേക്ക് പറയാത്ത കുറേ രഹസ്യങ്ങളുണ്ടാവും. എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ട് ബാലു. നമ്മളുടെ സ്വന്തം അമ്മ നമുക്കൊരു കുറച്ചിലായിട്ട് നമുക്ക് തോന്നുന്ന മുഹൂർത്തങ്ങളുണ്ടായോ. കുറേ ആൾക്കാർ ചിലപ്പോൾ ഈ ഷോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും, അവരങ്ങനെ ചിന്തിച്ചിട്ടും ഉണ്ടാവും, ഇതുപോലെ തന്നെ ചെയ്തിട്ടും ഉണ്ടാവും. പക്ഷെ അത് ഏറ്റു പറയുമ്പം വലിയൊരു ആശ്വാസമാണ് ഇനി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്, അല്ലേ? ഇത്രയും നാളത്തെ ആ ഒരു ഒളിച്ചു വെക്കൽ അത് അമ്മയോട് ഏറ്റു പറഞ്ഞു. അമ്മയ്ക്ക് വന്ന വിഷമം മോൻ അത് പറഞ്ഞ നിമിഷം മുതൽ അമ്മ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടിരിക്കാനുള്ള ശക്തി എനിക്കുമില്ല. മോൻ ഏറ്റു പറഞ്ഞു അമ്മേ, മോൻ്റെ ഏറ്റവും വലിയൊരു രഹസ്യം അവൻ ഒളിപ്പിച്ചു വെച്ച, അവൻ ആ സമയത്ത് ചിന്തിച്ചൊരു കാര്യം. അമ്മയ്ക്കത് കേട്ടിട്ട് എന്താ ബാലുവിനോട് പറയാൻ തോന്നുന്നത്? ഇവൻ കോട്ടപ്പടി ബോയ്സിലായിരുന്നു പഠിച്ചത്. അപ്പോൾ അവിടെ സ്കൂളിൽ ആനിവേഴ്സറി ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഇവൻ്റെ വക കുറേ ഡാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് കാണാനുള്ള കൊതിയുണ്ട്. ഞാൻ പണിയെടുക്കണോടത്ത് നിന്ന് മോൻ്റെ സ്കൂളിലൊന്ന് പോകണം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് നേരെ സ്കൂളിൽ വന്നു. ഒരു 2 മണി സമയത്ത് ഞാൻ ചെന്നപ്പോൾ ഞാൻ ഗേറ്റിൻ്റെ അവിടുന്ന് പറഞ്ഞു, അന്ന് ഞാൻ ഇതേമാതിരി ഒന്നല്ല, പറ്റ മെലിഞ്ഞിട്ടാണ് ആകെ അപ്പം എന്നോട് ഇവൻ അടുത്തുനിന്ന് വന്ന് പറഞ്ഞു, ഇതാണ് കാരണം എനിക്കറിയില്ലല്ലോ. അമ്മ പോയിക്കോളൂ അമ്മേ, കുട്ടികൾ സ്കൂളിലേക്ക് അങ്ങോട്ട് വരണ്ട, അമ്മ പോയിക്കോളൂ, വീട്ടിലേക്ക് പോയിക്കോളൂ പറഞ്ഞു. ഇതുകൊണ്ടാവും എനിക്കറിയില്ലല്ലോ.
അമ്മ, കരയാതിരിക്കൂ. ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമാവും. കൊതിക്ക് വന്നത് ബാലു, അമ്മ, ഞാനൊരു നോർമൽ മിഡിൽ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. വലിയ സ്കൂളിലാണ് പഠിച്ചത്. എന്റെ അമ്മയ്ക്ക് വലിയ പഠിപ്പും വിദ്യാഭ്യാസം ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ 5ാം ക്ലാസ് വരെ പോയി. എന്റെ അമ്മയ്ക്കും ഉണ്ടായിരുന്നില്ല. എനിക്കും ബാലുവും തോന്നിയ ഇതേ ഫീലിംഗ് എനിക്കും സ്കൂളിലുണ്ടായിരുന്നു. ഇത് ചെറിയ മക്കൾക്ക് ഒരു സമയത്ത് നമ്മളുടെ കൂട്ടുകാരുടെ ഒക്കെ നിന്നൊരു പ്രഷർ വരും. അവരിങ്ങനെയാണ്, അവരുടെ അമ്മ അതാണ്, അച്ഛൻ ഇതാണ്, ഇംഗ്ലീഷേ സംസാരിക്കും, ഫോറിനുള്ള ഉടുപ്പിടൂ, അങ്ങനെയൊക്കെ ഞാൻ കണ്ടു വളർന്നത്. എനിക്കും ഇതുപോലത്തെ തന്നെ എന്റെ അച്ഛനും എന്റെ 7 വയസ്സിൽ മരിച്ചത്. എനിക്കും മനസ്സിലാവും. അവനെ മാപ്പാക്ക്. അല്ല, അത് എല്ലാവർക്കും ഉണ്ടാവും. ക്ലാസ്സിൽ ചെല്ലുമ്പോൾ എല്ലാ കുട്ടികളും നന്നായിട്ട് ഇന്നെ കണ്ടാൽ ഇപ്പോഴും ഞാനിങ്ങനെ തടിച്ചതാണ്. ഇപ്പൊ പ്രായമായപ്പോ മെലിഞ്ഞിട്ടിരുന്നു. അപ്പൊ കാണുമ്പോ എല്ലാവർക്കും അപ്പൊ എന്നോട് പറഞ്ഞു, അമ്മ ഡാൻസ് ഒന്നും തുടങ്ങിയിട്ടില്ല, അമ്മ വീട്ടിലേക്ക് പോയിക്കോളൂ, വരണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ആ ഗേറ്റ് വരെ പോയിട്ട് ഞാൻ വീട്ടിൽ തന്നെ മടങ്ങി. വിളിക്കണ്ണാമ്പോടുറങ്ങു നീ അമ്പാടിക്കണ്ണാവുറങ്ങ്, അമ്പിളി മാമനെ തോണിയാക്കി നീ ആകാശഗംഗയിലാറാട്. ആ വീഡിയോ കണ്ടപ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും അമ്മയെ ദൈവത്തിന് തുല്യമായിട്ടാണ് ബാലു കാണുന്നത് എന്നുള്ളത് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു അമ്മയെ കിട്ടിയതിൽ എനിക്ക് തോന്നണേ ഭാഗ്യം ബാലുവിന്റെയാണ്. ഇപ്പോഴത്തെ സാമൂഹിക അവസ്ഥയിൽ കുറച്ചുകൂടെ കുട്ടികൾ നമ്മൾ വളർത്തുമ്പോൾ പറഞ്ഞു കൊടുത്താണ് വളർത്തുന്നത്. ഈ പറഞ്ഞ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഈ കമ്പാരിസൺ കൂടുതലായിരുന്നു. അറിവില്ലാത്ത പിള്ളേർ തമ്മിൽ എനിക്കതുണ്ട്, നിനക്കതില്ല, നിനക്കതുണ്ട്, എനിക്കിതില്ല എന്ന് പറയുന്നുള്ള നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ അത്തരം പറച്ചിലുകളുടെ അളവ് ഭയങ്കര കൂടുതലായിരുന്നു. ഞാനൊക്കെ വെള്ളൂർ ഒരു പേപ്പർ കമ്പനി ഉണ്ട്, അതിന്റെ ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത് ചെറുപ്പത്തിൽ. അപ്പൊ എ ടൈപ്പ്, ബി ടൈപ്പ്, സി ടൈപ്പ് പറഞ്ഞ് 3 തരം ക്വാർട്ടേഴ്സിലുണ്ട്. സി ടൈപ്പിൽ ഓഫീസർമാരൊക്കെ, ബി ടൈപ്പിൽ തൊട്ട് താഴെയുള്ളവർ, എ ടൈപ്പിൽ സാധാരണ ജോലിക്കാരുടെ മക്കൾ, അങ്ങനെയൊക്കെ താമസിക്കുന്നത്. അപ്പോ എന്റെ മൂത്ത ചേച്ചി സ്ഥിരം സ്കൂൾ ബസ്സിൽ വന്നിട്ട് സി ടൈപ്പിൽ ഇറങ്ങിയിട്ട് നടന്നു വരും. കാരണം ബസ്സിലുള്ളവരൊക്കെ ഇവിടെ സി ടൈപ്പിലാണ് താമസിക്കുന്നതെന്ന് വിചാരിക്കാൻ വേണ്ടി സി ടൈപ്പിൽ ഇറങ്ങിയിട്ട് 1 കിലോമീറ്റർ എക്സ്ട്രാ നടന്നിട്ട് എ ടൈപ്പിൽ ഞങ്ങളുടെ വീട്ടിൽ വന്ന് കയറും. കൂട്ടുകാരോടൊക്കെ സി ടൈപ്പിൽ താമസിക്കുന്ന പറഞ്ഞിട്ടുണ്ട്. താൻ പറഞ്ഞല്ലോ 15 വയസ്സിൽ അതറിയണമായിരുന്നു എന്ന്. അതിപ്പോഴത്തെ പിള്ളേർക്കാണ്. നമ്മൾ വളർന്ന സാഹചര്യത്തിൽ 15 അല്ല 20 വയസ്സായാലും ഈ സൈസ് കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റുന്ന സാമൂഹികമായ ചുറ്റുപാടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഉണ്ടായ സംഭവം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങളൊക്കെ ഇവിടെ കരഞ്ഞു, കെട്ടിപ്പിടിച്ചു, ഇത് കഴിഞ്ഞു. അല്ലെങ്കിൽ ഇത് തനിക്കും മനസ്സിലിരിക്കും, അമ്മ ഇത് അറിയാതിരിക്കും. താൻ പറഞ്ഞു എന്തെങ്കിലും വന്ന അപ്പം ഇതുകൊണ്ടാണോ എന്ന് എനിക്കൊരു ഭയം ഉണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ വലിയ പ്രശ്നം തന്നെയാ. നമ്മൾ വെറുതെ അങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും. അതൊക്കെ മാറാൻ ഈ വേദി കാരണമായി എന്ന് വേണം ഭാരം ഒഴിഞ്ഞതുപോലെ തോന്നുന്നില്ലേ ബാലുവിന് മനസ്സിന്ന്? ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഒരുപാട് കുട്ടികൾ ഉണ്ടാവും ചിലപ്പോൾ ഇതുപോലെ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു ചിന്തയുടെ ഒരു കരട് അവരുടെയൊക്കെ മനസ്സിലുണ്ടെങ്കിൽ ഇത് കാണുമ്പോൾ തന്നെ ഏതൊരു ജോലിക്കും അതിൻ്റെതായിട്ടുള്ള ഒരു മാന്യത ഉണ്ടെന്നുള്ളതും രൂപത്തിലൊന്നും ഒരു കാര്യവുമില്ല. ആ സ്നേഹവും മനസ്സും നമുക്ക് തന്നെ മനസ്സിനൊരു സമാധാനം ഉണ്ട് ഇത് കണ്ടു കഴിഞ്ഞു. ഇവിടെ വെച്ചൊരു തിരുത്തും കൂടെ, അതായത് മഞ്ജു പറഞ്ഞത് ഗാന്ധിയുടെ വാക്കുകളാണ്. ഗാന്ധിയുടെ വാക്കൊന്നുമല്ല, പിന്നെ കാര്യമല്ലേ? ശരിക്കാതെ ഗാന്ധിയാണോ പറഞ്ഞേ? അതെ, ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലൊരു തിരുത്ത് പറയാണ്. ഈ പ്രശ്നം കിടക്കുന്നത് അതിൻ്റെതായ എന്നുള്ള വാക്കിനകത്ത്. എല്ലാ തൊഴിലിനും മാന്യതയുണ്ട്. അതിൻ്റെതായ മാന്യത എന്ന് പറയുന്ന ഒരു അതിൻ്റെതായ എന്ന് പറയുന്ന ഒരു കൺഫ്യൂഷൻ വേർഡ് അതിൽ നിന്നും നമ്മൾ മാറ്റിവെക്കുകയാണ്. എല്ലാ തൊഴിലിനും മാന്യതയുണ്ട്. ഇതേപോലെയുള്ള പല നമുക്ക് അന്ന് അങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന ഓരോ കാര്യങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലും എല്ലാവരുടെ ഉള്ളിലും ഉണ്ടമ്മ. അത് ചിലതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുമുണ്ട്, ചിലത് നമുക്കിപ്പോഴും നമ്മൾ എവിടെയോ മറന്നുപോയതുണ്ടാവും, നമ്മളിപ്പോഴും പറയാൻ സാധിക്കാത്തതും ഒക്കെ ഉണ്ടാവും. മഞ്ജു ചേച്ചിയുടെ ആ വാക്കുകളിൽ നിന്നും നമ്മൾ ഇനി ഇതൊരു റൗണ്ട് ആയിരുന്നു വരാം. രജനി, ഞാൻ ഒരു പരസ്യം കേറ്റിക്കോട്ടെ? ഓ പ്ലീസ്. അമ്മയെ പറ്റി പറഞ്ഞപ്പോ 2-3 തവണ പലതവണ പറഞ്ഞു ഞാൻ ഇപ്പോൾ മെച്ചപ്പെട്ടതാണ്, ഇപ്പോൾ സൗന്ദര്യം വന്നതാണെന്നൊക്കെ. അതൊക്കെ പടവാണ്. നമുക്ക് ഇപ്പൊ കണ്ടാലും അന്ന് അങ്ങനെ ഇരുന്നിട്ട് ഇപ്പൊ ഇങ്ങനെ ആകുമൊന്നുമില്ലല്ലോ. അന്നും സുന്ദരിയായിരുന്നു. അറിയാൻ പറ്റും. ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ ആ ഒരു രഹസ്യം ഇവിടെ വെളിപ്പെടുത്തിയത് കൊണ്ട് എല്ലാ സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ആശംസിക്കുന്നു. നല്ലൊരു കെട്ടിപ്പിടുത്തം കഴിഞ്ഞിട്ട് നമുക്ക് അമ്മയായിട്ട് സ്റ്റേജിന് നടുക്കിലേക്ക് പോവാം.
നമ്മളുടെ കൂടെ ഇവിടെ അമ്മായിയമ്മമാരും ഗസ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പൊ ബാലുവും അമ്മയും തമ്മിൽ നടത്തിയ ആ ഒരു ഏറ്റുപറച്ചിൽ എന്താണ് അമ്മമാർക്ക് തോന്നുന്നത്? മോൻ ചെയ്തത് തെറ്റാണ്. എത്ര പ്രായമായാലും അമ്മ അമ്മയാണ്, അത് മനസ്സിലാക്കണം. അമ്മമാർക്ക് ക്ഷമിക്കാൻ കഴിയാത്ത തെറ്റുകളൊന്നും ഇല്ല അമ്മ. ഏതോ ഒരു സമയത്ത് അങ്ങനെ തോന്നിയ ഒരു ചിന്തയായിരുന്നിരിക്കാം. അതില് അന്ന് തൊട്ട് ബാലു അതില് പശ്ചാത്തപിക്കുന്നുണ്ടെന്നുള്ളതാണ് ബാലുവിൽ നിന്ന് ഞാൻ ബാലു മനസ്സിലാക്കുന്നത്. എത്ര അധികം വിഷമിച്ചിട്ടുണ്ടായിരിക്കും ആ സമയത്തൊക്കെ. ഓരോരോ വയസ്സ് കടന്നു പോകുമ്പോൾ മോന്റെ ഉള്ളില് എന്തായിരിക്കും. 10 റൺസിലാണ് ബാലുവിന്റെ ഈ ഒരു കൺഫെഷൻ റൗണ്ടിന് വേണ്ടി, ഏറ്റുപറച്ചിലിന് വേണ്ടി അമ്മമാര് റൺസ് ഇടേണ്ടത്. ഈ റൺസ് കൊടുക്കൽ ഈ ഒരു റൗണ്ടിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയ ഒരു പ്രോസസ് ആയിരിക്കും. ബിക്കോസ് ഏത് രീതിയിലും ഓരോ അമ്മമാർക്കും ഇത് ഉൾക്കൊള്ളാം. അതിന്റെ ഒരു റിസൾട്ട് ആയിരിക്കും ഈ മാർക്സ്. ഒരു പക്ഷെ അമ്മയുടെ സൈഡിൽ നിന്ന് ആലോചിക്കാം, ബാലുവിന്റെ സൈഡിൽ നിന്ന് ആലോചിക്കാം. എത്ര മാർക്സ് ആണ്? 8.5. 8.5. 8.5 റൺസ് ആണ് 10ൽ ബാലുവിന് അമ്മമാര് നൽകിയിരിക്കുന്നത്. ഇനി വിഷു 15 റൺസിൽ വിഷു എത്ര നൽകും ബാലുവിന്റെ ഈ ഏറ്റുപറച്ചിലിൽ? 15ല് 11 റൺസ് ആണ് കൊടുക്കുന്നത്. അപ്പൊ ടോട്ടലി 19.5. 19.5 റൺസ് ആണ് ഔട്ട് ഓഫ് 25 ബാലുവിന്റെ ഈ ഒരു കൺഫെഷൻ റൗണ്ടിൽ ലഭിച്ചിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് ബാലു. താങ്ക് യു ഹരിത. അമ്മ ഇനി നമ്മളുടെ ഈ ഒരു പെർട്ടിക്കുലർ മത്സരത്തിലെ ആദ്യത്തെ ഘട്ടത്തിൽ എക്സൈറ്റിംഗ് ആയ ഒരു റൗണ്ടിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ആക്ച്വലി ഞാൻ എക്സൈറ്റഡ് ആണ്. നിങ്ങളൊക്കെ ആ ടാസ്ക് കഴിഞ്ഞിട്ടിരിക്കുന്ന ആൾക്കാരാണെന്ന് എനിക്കറിയാം. ഓരോരുത്തരുടെയും ടാസ്ക് വളരെ വ്യത്യസ്തമാണ്. ഈ ഒരു പെർട്ടിക്കുലർ ടാസ്കില് 2 ടീമുകൾ തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടി മത്സരിക്കാൻ പോവുകയാണ്. സോ ഈ ടാസ്ക് ഒക്കെ നടക്കുന്നത് ഈ ഫ്ലോറിലല്ല. ഓൾറെഡി ഷൂട്ട് ചെയ്ത സംഭവമാണ്. നമ്മളെ അത് ഇവിടെ ഇട്ട് കാണിക്കും. പക്ഷെ ആ മത്സരത്തിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്, അടിയിടി ആവുമോ, ഭയങ്കര ഹാർഡ് വർക്ക് ആണോ എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നടന്നത് എന്താണെന്ന് നമ്മൾ കണ്ടിട്ടേ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റൂ. ഈ ഒരു ടാസ്കിന്റെ പേരെന്താണെന്ന് അറിയാവോ? പണി കൊണ്ടൊരു കണി. എല്ലാം മനസ്സിലായോ? കൂടുതൽ മനസ്സിലാക്കി തരാം. ഒരു ഫിസിക്കൽ ടാസ്ക് ആണ്, ഒരു സർവൈവൽ ടാസ്ക് ആണ്. സോ ബേസിക്കലി നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് ഇവർ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു അനുഭവമായിരിക്കും ഇവർക്ക് ലഭിക്കുക. ആ ടാസ്ക് ഏറ്റവും നല്ല രീതിയിൽ ഇവർ പെർഫോം ചെയ്താൽ അവർക്ക് ഒരാൾ ജയിക്കും. 2 പേരിൽ ഒരു ടീം ജയിക്കും. ആ ജയിക്കുന്ന ടീമിന് അമ്മയ്ക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ 800 രൂപയാണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പോകുന്നത്. 2ാം സ്ഥാനം ലഭിക്കുന്നവർക്ക് 400 രൂപയാണ് ഗിഫ്റ്റ് ആയിട്ട് ലഭിക്കാൻ പോകുന്നത്. ആ കാശ് വെച്ചിട്ട് അവരുടെ അമ്മയ്ക്ക് ഒരു നല്ല തോട്ട്ഫുൾ ആയിട്ടുള്ള ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുക എന്നതാണ് ഇവരുടെ ടാസ്ക്. പക്ഷെ വ്യത്യസ്തമായി ഇതിൽ എന്താണുള്ളത്? നമ്മൾ പണിയില് നമ്മൾ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കും. നമ്മൾ വെറും പണിയല്ല ചെയ്തത്. 8ന്റെ പണി. 8ന്റെ പണി. അതായത് ഇത് ഗിഫ്റ്റ് അല്ല, അതാണ് കണി. അതാണ് കണി. അമ്മയ്ക്കൊരു കാണിക്ക കൊടുക്കുകയാണ്. ഈ ഒരു പെർട്ടിക്കുലർ റൗണ്ടില് നമ്മൾ ആരും അങ്ങോട്ട് നേരിട്ട് പോകുന്നില്ല. പക്ഷെ അതിന് നേതൃത്വം നൽകുന്നത് കുറെ നാൾക്ക് ശേഷം വീണ്ടും ടെലിവിഷനിലേക്ക് തിരിച്ചെത്തുന്ന ഒരു സൂപ്പർ ഡൂപ്പർ പ്രസന്റർ ആണ്, ആങ്കർ ആണ്. നമ്മൾക്ക് എല്ലാവർക്കും വളരെ വളരെ ഫെമിലിയർ ആയ നാഷ് നമ്മളുടെ കൂടെ ഉണ്ട് ചേട്ടാ. അപ്പൊ നാഷ് ഇതാ പോവാണ് നമ്മളെ 12 ദമ്പതിമാരെയും പരിചയപ്പെടാൻ. നമുക്ക് കണ്ടു നോക്കാം. നമസ്കാരം. How are you guys? Fine. Happy അല്ലേ? Yes. ഇവിടെ നിൽക്കുന്നതൊക്കെ എന്തിനാണോ അറിയാലോ? പറയാം. ലോകത്തുള്ള സകല കുടുംബ പ്രേക്ഷകരും നിങ്ങളെ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും എങ്ങനെ ആയിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് അല്ലേ? അതെ. It is a journey, but it is not a relaxed, easy journey. It's going to be tough.
ഈ ജേർണിയുടെ ഇടയിൽ എൻ്റെ മുഖം എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ പണി വരുന്നുണ്ട് അവറാച്ച, അത് വിചാരിച്ചോ. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാലം നിങ്ങൾ ലൈഫിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല ചെയ്യുന്നത്. പല പല ടാസ്കും പല പല ഇൻസിഡൻസും നിങ്ങളുടെ സർവൈവൽ ടാസ്കും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ വരുമായിരിക്കും. ഒരു സർവൈവൽ ടാസ്കുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്നത്. ഇനി ആരാണ് പോകുന്നത് എന്നുള്ളതാണ്. അതിന് കൺഫ്യൂഷൻ വേണ്ട, ഞാൻ റാൻഡമായിട്ട് എടുക്കുന്നതായിരിക്കും. ഞാൻ എടുക്കുന്നത് ഈ ലോട്ടിനകത്ത് എല്ലാവരുടെയും പേരുണ്ട്. അപ്പം അതിനകത്ത് നിന്നും ഏതെങ്കിലും ഒരാളെയാണ് ഞങ്ങൾ ഇന്ന് ചൂസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് സീ ഹൂ ഈസ് ദ ലക്കി. ഓ, ഹെബ ആൻഡ് റിവാസ്. ഈ കോമ്പറ്റീഷനിൽ നിങ്ങൾ ആരെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ, അതാണല്ലോ ഈ ടാസ്ക് എന്ന് പറയുന്നത്. അതാരാണ് എന്ന് നോക്കാം. ആരാണ് നെക്സ്റ്റ് ലക്കി ഗൈസ് നോക്കാം. അർപ്പണ ആൻഡ് അമൽ, നിങ്ങൾ തമ്മിലായിരിക്കും കോമ്പറ്റീഷൻ. ഇതിൽ ഏറ്റവും നന്നായിട്ട് ആര് പെർഫോം ചെയ്യുന്നോ അവരായിരിക്കും ഇതിലെ വിജയി. ഗുഡ് ലക്ക്. താങ്ക് യു. ഈ ഷോയിൽ ഒരു ചെറിയ ഇടവേള എടുക്കാൻ സമയമായി. സോ ലെറ്റ്സ് ടേക്ക് എ ഷോർട്ട് ബ്രേക്ക്. ദിസ് ഈസ് Xylem MBBS മൊബൈൽ എൻട്രൻസ് ആപ്പ് presents Squad Floor Cleaner. ഇങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും. Exclusive matrimony partners ChavaraMatrimony.com, Spice Partner Eastern, and powered by Milka Day Night All Vehicle Shampoo. Check out Toilet Cleaner and click Complete Dishwash Liquid. Take a shot. ഏതൊരു മൃഗമാണെങ്കിൽ നമ്മൾ ആവശ്യത്തിന് ഭക്ഷണം കൊടുക്കാവൂ. ഇത് അവർക്കും വേണ്ട റെസ്റ്റ്. പശു പാല് തരും. പാല് തരും, പക്ഷെ പശു ഇത്രയും ചാണകം തരുമെന്ന് ഞാൻ വിചാരിച്ചു. അല്ലാ